ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ട് വീരമൃത്യു വരിച്ച പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ ശ്യാലിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ദുബായിൽ UAE പ്രതിരോധ സേന നമൻ ശ്യാലിന്റെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. UAE പ്രതിരോധ സേന നമൻ ശ്യാലിന് അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ കണ്ടത്. അച്യുതൻ ടെലിഫോണിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. പറയൂ അച്യുതൻ. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ഈ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടത്. അതിൽ വീരമൃത്യു വരിച്ച പൈലറ്റ് വിംഗ് കമാൻഡർ നമൻ ശ്യാലിന്റെ ഭൗതിക ശരീരമാണ് ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാനായി ഒരുങ്ങുന്നത്. വ്യോമസേനയുടെ പ്രത്യേകമായി തയ്യാറാക്കിയ വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. ഈ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന ആ ഒരു വേളയിൽ UAE പ്രതിരോധ സേന ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ആദരവ് ഇപ്പോൾ സൈനികർ നൽകിയിരിക്കുന്നത്. UAE ഇന്ത്യൻ അംബാസിഡർ ദീപക് മിനൽ, ദുബായ് ഇന്ത്യൻ കോൺസുലർ ജനറൽ സതീഷ് കുമാർ സിംഗ് എന്നിവർ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിച്ചു. ഈ ഒരു ഘട്ടത്തിൽ വ്യോമസേന പോലും വീരമൃത്യു വരിച്ച സൈനികനെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം, അസാധാരണമായ വൈദഗ്ധ്യവും വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യബോധവും രാജ്യത്തിന്റെ സേവനത്തിനായി അദ്ദേഹം സമർപ്പിച്ചു എന്നാണ് വ്യോമസേന ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. സേവനത്തിനായി സമർപ്പിച്ച ജീവിതത്തിലൂടെ അദ്ദേഹം ഏറെ ബഹുമാനം നേടിയെടുക്കുകയുണ്ടായി. എന്തായാലും കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു വിടവിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു എന്നാണ് വ്യോമസേന അല്പസമയം മുൻപ് ഒരു പ്രതികരണം ഇതിൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ഈ ദുബായ് എയർ ഷോയ്ക്കിടെ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.